ഓം ശാന്തി 16/7/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഡ്രാമയുടെ യഥാർത്ഥ ജ്ഞാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് അചഞ്ചലവും ദൃഢവും ഏകരസവുമായിരിക്കുവാൻ സാധിക്കൂ. മായയുടെ കൊടുങ്കാറ്റിന് നിങ്ങളെ ഇളക്കാൻ സാധിക്കില്ല. ചോദ്യം: ദേവതകളുടെ ഏത് ഗുണം നിങ്ങൾ കുട്ടികളിൽ സദാ കാണപ്പെടണം? ഉത്തരം: ഹർഷിതരായിരിക്കുക. ദേവതകളെ സദാ പുഞ്ചിരിച്ചുകൊണ്ട് ഹർഷിതരായാണ് കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്കും ഹർഷിതമായിരിക്കണം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കൂ. ഒരിക്കലും ഉദാസീനതയോ ദേഷ്യമോ വരരുത്. ഏതുപോലെയാണോ ബാബ നിങ്ങൾ കുട്ടികൾക്ക് ശരിയുടെയും തെറ്റിന്റെയും അറിവ് നൽകുന്നത്, ഒരിക്കലും ദേഷ്യപ്പെടാത്തത്, ഉദാസീനമാകാത്തത്, അതുപോലെ നിങ്ങൾ കുട്ടികളും ഉദാസീനരാകരുത്. ഓം ശാന്തി. പരിധിയില്ലാത്ത കുട്ടികൾക്ക് പരിധിയില്ലാത്ത അച്ഛൻ മനസ്സിലാക്കി തരുന്നു. ലൗകിക അച്ഛൻ ഇങ്ങനെ പറയില്ല. അദ്ദേഹത്തിന് 5-6 മക്കളോ ഉണ്ടായിരിക്കും. ഇതാണെങ്കിൽ എല്ലാം ആത്മാക്കളാണ്, പരസ്പരം സഹോദരങ്ങളാണ്. അവർക്കെല്ലാവർക്കും തീർച്ചയായും അച്ഛനുണ്ടായിരിക്കും. പറയുന്നുമുണ്ട്, നമ്മൾ എല്ലാവരും പരസ്പരം സഹോദരീ സഹോദരങ്ങളാണ്. എല്ലാവരെ പ്രതിയുമാണ് പറയുന്നത്. ആര് വന്നാലും പറയും, നമ്മൾ സഹോദരീ സഹോദരങ്ങളാണ്. ഡ്രാമയിൽ എല്ലാവരും ബന്ധിതരാണ്. അതാരും അറിയുന്നില്ല. ഇതറിയാതിരിക്കുന്നതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അത് ബാബ തന്നെയാണ് വന്ന് കേൾപ്പിക്കുന്നത്. കഥകൾ തുടങ്ങിയവയെല്ലാം എപ്പോഴാണോ കേൾപ്പിക്കുന്നത് അപ്പോൾ പറയാറുണ്ട്, പരംപിത പരമാത്മായ നമഃ. എന്നാൽ അതാരാണ് എന്നറിയുന്നില്ല. പറയുന്നുണ്ട്, ബ്രഹ്മദേവത, വിഷ്ണു ദേവത, ശങ്കർ ദേവത. എന്നാൽ മനസ്സിലാക്കിയിട്ടല്ല പറയുന്നത്. വാസ്തവത്തിൽ ബ്രഹ്മാവിനെ ദേവതയെന്ന് പറയില്ല. ദേവതയെന്ന് വിഷ്ണുവിനെയാണ് പറയുക. ബ്രഹ്മാവിനെ ആർക്കും അറിയില്ല. വിഷ്ണു ദേവതയെന്നത് ശരിയാണ്. ശങ്കരനാണെങ്കിൽ പാർട്ടേയില്ല. ശങ്കരന് ജീവചരിത്രമേയില്ല. ശിവബാബയ്ക്കാണെങ്കിൽ ജീവചരിത്രമുണ്ട്. ബാബ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കാനാണ്, പുതിയ ലോകം സ്ഥാപിക്കാനാണ്. ഇപ്പോൾ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയും അനേക ധർമ്മങ്ങളുടെ വിനാശവും ഉണ്ടാകുന്നു. എല്ലാവരും എവിടേക്കാണ് പോകുന്നത്? ശാന്തിധാമത്തിലേക്ക്. ശരീരം എല്ലാവരുടേതും നശിക്കണം. പുതിയ ലോകത്തിൽ കേവലം നിങ്ങൾ മാത്രമാണ് ഉണ്ടായിരിക്കുക. മുഖ്യധർമ്മങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരുടെയും പേര് പറയാൻ സാധിക്കില്ല. ചെറിയ ചെറിയ ശാഖകളും ചില്ലകളും ധാരാളമുണ്ട്. ഏറ്റവും ആദ്യം ദേവതാധർമ്മം, പിന്നീട് ഇസ്ലാം. ഈ കാര്യങ്ങൾ കേവലം നിങ്ങൾ കുട്ടികളിലല്ലാതെ മറ്റാരുടെയും ബുദ്ധിയിലില്ല. ഇപ്പോൾ ആ ആദി സനാതന ദേവീദേവതാ ധർമ്മം ലോപിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആൽ വൃക്ഷത്തിന്റെ ഉദാഹരണം പറയുന്നത്. മുഴുവൻ വൃക്ഷവും നിൽക്കുന്നുണ്ട്, എന്നാൽ തായ് വേരില്ല. ഏറ്റവും കൂടുതൽ ആയുസ് ഈ ആൽ വൃക്ഷത്തിനാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആയുസ് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിനാണ്. അതെപ്പോഴാണോ ലോപിച്ചു പോകുന്നത് അപ്പോഴാണ് ബാബ വന്ന് ഇപ്പോൾ ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയും അനേക ധർമ്മത്തിന്റെ വിനാശവും സംഭവിക്കണം എന്ന് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ത്രിമൂർത്തിയെയും ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ അർത്ഥം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഉയർന്നതിലും ഉയർന്നത് ഭഗവാനാണ്. പിന്നീട് ബ്രഹ്മ, വിഷ്ണു, ശങ്കരൻ. അതിനുശേഷം സൃഷ്ടിയിൽ വരുമ്പോൾ ദേവീ ദേവതകളല്ലാതെ മറ്റൊരു ധർമ്മവും ഉണ്ടായിരിക്കില്ല. ഭക്തിമാർഗവും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്.
ആദ്യം ശിവന്റെ ഭക്തി ചെയ്യുന്നു, പിന്നീട് ദേവതകളുടേത്. ഭാരതത്തിന്റെ കാര്യം തന്നെയാണ്. ബാക്കി എല്ലാവർക്കും അവരുടെ ധർമ്മം, മഠം, മാർഗം എന്നിവ എപ്പോഴാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നറിയാം. ആര്യന്മാർ ഞങ്ങൾ വളരെ പഴയവരാണ് എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും പുരാതനമായത് ഒരേ ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മമാണ്. നിങ്ങൾ വൃക്ഷത്തെ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ സ്വയം തന്നെ മനസ്സിലാക്കും, നമ്മുടെ ധർമ്മം ഇന്ന സമയത്തിൽ വരും. എല്ലാവർക്കും ഏതൊരു അവിനാശിയായ ഭാഗമാണോ ലഭിച്ചിട്ടുള്ളത് അത് അഭിനയിക്കണം. ഇതിൽ ആരുടെയും തെറ്റോ ദോഷമോ പറയാൻ സാധിക്കില്ല. ഇതെന്തുകൊണ്ടാണ് പാപാത്മാക്കളായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരികയാണ്. മനുഷ്യർ പറയും, നമ്മളെല്ലാം പരിധിയില്ലാത്ത പിതാവിന്റെ കുട്ടികളാണ്. പിന്നീട് എല്ലാ സഹോദരങ്ങളും എന്തുകൊണ്ടാണ് സത്യയുഗത്തിൽ ഇല്ലാത്തത്? കാരണം ഡ്രാമയിൽ പാർട്ടേ ഇല്ല. ഈ അനാദി നാടകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൽ നിശ്ചയം വെക്കൂ. മറ്റൊരു കാര്യവും പറയരുത്. ചക്രവും എങ്ങനെയാണ് കറങ്ങുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. കൽപ്പവൃക്ഷത്തിന്റെ ചിത്രവുമുണ്ട്. എന്നാൽ ഇതിന്റെ ആയുസ് എത്രയാണെന്ന കാര്യം ആരും അറിയുന്നില്ല. ബാബ ആരുടെയും നിന്ദയല്ല ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾക്കും മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ എത്ര പാവനമായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. അതുകൊണ്ട് വിളിക്കുന്നു, ഹേ പതീത പാവന, വരൂ. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും പാവനമാകണം. പിന്നീട് നമ്പർ അനുസരിച്ച് പാർട്ട് അഭിനയിക്കാൻ വരണം. ആത്മാക്കൾ എല്ലാവരും മുകളിലാണ് വസിക്കുന്നത്. ബാബയും മുകളിലാണ് വസിക്കുന്നത്. പിന്നീട് ബാബയെ വിളിക്കുന്നു, വരൂ. ഇങ്ങനെ വിളിക്കുന്നതിലൂടെ അല്ല ബാബ വരുന്നത്. ബാബ പറയുന്നു, എന്റെയും ഭാഗം നാടകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഏതുപോലെയാണോ പരിധിയുള്ള നാടകത്തിലും വലിയ വലിയ മുഖ്യമായ അഭിനേതാക്കളുടെ പാർട്ടുള്ളത്, അതുപോലെ ഇതും പരിധിയില്ലാത്ത നാടകമാണ്. എല്ലാവരും ഡ്രാമയുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എല്ലാവരെയും ചരടിൽ പിടിച്ചുകെട്ടിയിരിക്കുന്നു എന്നല്ല. ഇത് ബാബ മനസ്സിലാക്കി തരികയാണ്. അത് ജഡമായ വൃക്ഷമാണ്. വിത്ത് ചൈതന്യമുള്ളതാണെങ്കിൽ അതിന് ഈ വൃക്ഷം എങ്ങനെയാണ് വലുതായി പിന്നീട് ഫലം നൽകുന്നത് എന്ന് അറിയുമല്ലോ. ഇതാണ് ഈ മനുഷ്യ സൃഷ്ടിയുടെ ചൈതന്യ ബീജം. ഇതിനെ തലകീഴായ വൃക്ഷമെന്നാണ് പറയുന്നത്. ബാബ ജ്ഞാനസാഗരനാണ്. ബാബയ്ക്ക് മുഴുവൻ വൃക്ഷത്തിന്റെയും ജ്ഞാനമുണ്ട്. ഇത് അതേ ഗീതയുടെ ജ്ഞാനമാണ്, ഒരു പുതിയ കാര്യവുമല്ല. ഇവിടെ ബാബ ശ്ലോകം മുതലായവയൊന്നും ഉച്ചരിക്കുന്നില്ല. മറ്റുള്ളവരാണെങ്കിൽ ഗ്രന്ഥം പഠിച്ച് പിന്നീട് അർത്ഥം ഇരുന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇത് പഠിത്തമാണ്. ഇതിൽ ശ്ലോകം മുതലായവയുടെ ആവശ്യമില്ല. ആ ശാസ്ത്രങ്ങളുടെ പഠിത്തത്തിൽ യാതൊരു ലക്ഷ്യവുമില്ല. ശാസ്ത്രങ്ങളിൽ ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നിവയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പഴയ ലോകം നശിച്ചു പോകുന്നു. സന്യാസികളുടേത് പരിധിയുള്ള വൈരാഗ്യമാണ്. നിങ്ങളുടേതാണ് പരിധിയില്ലാത്ത വൈരാഗ്യം. ശങ്കരാചാര്യർ വന്നു. അദ്ദേഹവും ഗൃഹസ്ഥത്തോടുള്ള വൈരാഗ്യം പഠിപ്പിക്കുന്നു. അദ്ദേഹവും തുടക്കത്തിൽ ശാസ്ത്രം തുടങ്ങിയവയൊന്നും പഠിപ്പിക്കുന്നില്ല. എപ്പോഴാണോ വളരെ വൃദ്ധിയുണ്ടാകുന്നത് അപ്പോഴാണ് ശാസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിക്കുന്നത്. ആദ്യമാദ്യം ധർമ്മം സ്ഥാപിക്കുന്ന ഒരാൾ മാത്രമാണ് ഉണ്ടാകുന്നത്. പിന്നീട് പതുക്കെ പതുക്കെ വൃദ്ധി പ്രാപിക്കുന്നു. ഇതും മനസ്സിലാക്കണം. സൃഷ്ടിയിൽ ഏറ്റവും ആദ്യം ഏത് ധർമ്മമാണ് ഉണ്ടായിരുന്നത്? ഇപ്പോഴാണെങ്കിൽ അനേകം ധർമ്മങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മമായിരുന്നു. അതിനെയാണ് സ്വർഗം അഥവാ ഹെവൻ എന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികൾ രചയിതാവിനെയും രചനയെയും അറിയുന്നതിലൂടെ ആസ്തികരാകുന്നു.
നാസ്തികതയിൽ എത്ര ദുഃഖമാണുണ്ടാകുന്നത്. അനാഥരായി മാറുന്നു. പരസ്പരം കലഹിച്ചും യുദ്ധം ചെയ്തുമിരിക്കുന്നു. നിങ്ങൾ പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ നിങ്ങൾക്ക് നാഥനില്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ? ഈ സമയം എല്ലാവരും അനാഥരായി മാറിയിരിക്കുകയാണ്. പുതിയ ലോകത്തിൽ പവിത്രത, സുഖം, ശാന്തി എല്ലാം ഉണ്ടായിരുന്നു. അപാര സുഖമുണ്ടായിരുന്നു. ഇവിടെ അതികഠിനമായ ദുഃഖമാണ് ഉള്ളത്. അത് സത്യയുഗമാണ്. ഇത് കലിയുഗമാണ്. ഇപ്പോൾ ഈ പുരുഷോത്തമ സംഗമയുഗം നിങ്ങളുടേതാണ്. ഈ പുരുഷോത്തമ സംഗമയുഗം ഒന്നു മാത്രമാണ് ഉള്ളത്. സത്യത്രേതയുടെ സംഗമത്തെ പുരുഷോത്തമമെന്ന് പറയില്ല. ഇവിടെയുള്ളത് അസുരന്മാരാണ്. അവിടെയുള്ളത് ദേവതകളാണ്. നിങ്ങൾക്കറിയാം, ഇത് രാവണ രാജ്യമാണ്. രാവണന്റെ മുകളിലാണ് കഴുതയുടെ തല കാണിക്കുന്നത്. കഴുതയെ എത്ര വൃത്തിയാക്കി വസ്ത്രം അണിയിച്ചു കൊടുത്താലും കഴുത വീണ്ടും ചളിയിൽ പോയി കിടന്ന് വസ്ത്രം അഴുക്കാക്കുന്നു. ബാബ നിങ്ങളുടെ വസ്ത്രം വൃത്തിയുള്ളതും പുഷ്പസമാനവുമാക്കുന്നു. പിന്നീട് രാവണ രാജ്യത്തിൽ ഉരുണ്ട് നിങ്ങൾ അപവിത്രമായി മാറുന്നു. ആത്മാവും ശരീരവും രണ്ടും അപവിത്രമാകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ മുഴുവൻ അലങ്കാരങ്ങളും നഷ്ടപ്പെടുത്തി. ബാബയെ പതിത പാവനനെന്ന് പറയുന്നു. നമ്മൾ സ്വർണിമ യുഗത്തിൽ എത്ര അലങ്കരിക്കപ്പെട്ടവരായിരുന്നു, എത്ര ഫസ്റ്റ് ക്ലാസ് രാജ്യഭാഗ്യമായിരുന്നു എന്നെല്ലാം നിങ്ങൾക്ക് വലിയ സഭകളിൽ പറയാൻ കഴിയും. പിന്നീട് മായയാകുന്ന പൊടിയിലുരുണ്ട് അഴുക്കുള്ളവരായി. ബാബ പറയുന്നു, ഇത് അന്ധകാരത്തിന്റെ നഗരമാണ്. ഭഗവാനെ സർവവ്യാപിയെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് നടന്നോ അത് അതുപോലെ വീണ്ടും ആവർത്തിക്കപ്പെടും. ഇതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. 5000 വർഷത്തിൽ ഓരോ ധർമ്മത്തിലും എത്ര മിനിറ്റ്, മണിക്കൂർ, സെക്കൻഡുണ്ട് എന്നെല്ലാം ഒരു കുട്ടി കണക്കെടുത്ത് അയച്ചിരുന്നു. ഇതിലും ബുദ്ധി വ്യർത്ഥമാകും. ലോകം എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ബാബ മനസ്സിലാക്കി തരുന്നത്. പ്രജാപിത ബ്രഹ്മാവാണ് മുതുമുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ കർത്തവ്യം ആരും അറിയുന്നില്ല. വിരാട്ട രൂപം ഉണ്ടാക്കിയപ്പോൾ പ്രജാപിത ബ്രഹ്മാവിനെ അതിൽ നിന്നും എടുത്തുകളഞ്ഞു. ബാബയെയും ബ്രാഹ്മണരെയും യഥാർത്ഥ രീതിയിൽ അറിയുന്നില്ല. ബ്രഹ്മബാബയെ ആദിദേവൻ എന്നാണ് പറയുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ ഈ വൃക്ഷത്തിന്റെ ചൈതന്യ ബീജരൂപനാണ്. ഇത് തലകീഴായ വൃക്ഷമാണ്. ബാബ സത്യമാണ്, ചൈതന്യമാണ്, ജ്ഞാനസാഗരനാണ്. ആ ബാബയുടെ മഹിമ തന്നെയാണ് ചെയ്യുന്നത്. ആത്മാവില്ലെങ്കിൽ പിന്നീട് ചലിക്കാൻ പോലും സാധിക്കില്ല. ഗർഭത്തിലേക്കും 5-6 മാസങ്ങൾക്ക് ശേഷമാണ് ആത്മാവ് പ്രവേശിക്കുന്നത്. ഇതും ഡ്രാമയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നീട് ആത്മാവ് വിട്ടുപോവുകയാണെങ്കിൽ അവസാനിച്ചു. ആത്മാവ് അവിനാശിയാണ്. ആത്മാവാണ് പാർട്ട് അഭിനയിക്കുന്നത്. ഇതും ബാബ വന്ന് ബോധ്യപ്പെടുത്തുന്നു. ആത്മാവ് ഇത്രയും ചെറിയ ബിന്ദുവാണ്. അതിൽ അവിനാശി പാർട്ട് നിറഞ്ഞിട്ടുണ്ട്. പരമപിതാവും ആത്മാവാണ്. ബാബയെ ജ്ഞാനസാഗരനെന്നാണ് പറയുന്നത്. ആ ബാബയാണ് ആത്മാവിന്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നത്. മനുഷ്യർ കേവലം പരമാത്മാവ് സർവശക്തിമാനാണ്, 1000 സൂര്യന്മാരെക്കാളും തേജോമയനാണ് എന്നെല്ലാം പറയുന്നു. പക്ഷേ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഇതെല്ലാം ഭക്തിമാർഗത്തിൽ വർണ്ണിച്ചിട്ടുള്ളതും ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളതുമാണ്. അർജുനന് സാക്ഷാത്കാരമുണ്ടായപ്പോൾ ഇത്രയും തേജസ് എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാര്യം മനുഷ്യരുടെ ബുദ്ധിയിലിരുന്നു പോയി. ഇത്രയും തേജോമയനായ ആൾ ഒരാളുടെ ഉള്ളിൽ പ്രവേശിക്കുകയാണെങ്കിൽ തകർന്നു പോകും. ജ്ഞാനമില്ലല്ലോ. അപ്പോൾ പരമാത്മാവ് 1000 സൂര്യനേക്കാളും തേജോമയനാണ്,
നമുക്ക് പരമാത്മാവിന്റെ സാക്ഷാത്കാരം വേണം എന്ന് പറയാൻ തുടങ്ങി. ഭക്തിയുടെ ഭാവന കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാക്ഷാത്കാരവും ഉണ്ടാകുന്നു. ആദ്യമാദ്യം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ധാരാളം സാക്ഷാത്കാരം ഉണ്ടായി. കണ്ണുകൾ ചുവന്നതായി മാറിയിരുന്നു. സാക്ഷാത്കാരം ചെയ്തവരെല്ലാവരും പിന്നീട് എവിടെ പോയി? അതെല്ലാം ഭക്തിമാർഗത്തിന്റെ കാര്യങ്ങളാണ്. ഇതെല്ലാം ബാബ മനസ്സിലാക്കി തരികയാണ്. ഇതിൽ നിന്നയുടെ കാര്യമില്ല. കുട്ടികൾക്ക് സദാ സന്തോഷമായി ഇരിക്കണം. ഈ നാടകം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. എനിക്കിത്രയും ഗ്ലാനികൾ നൽകുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്കിതിൽ ദേഷ്യം വരുന്നുണ്ടോ? ഡ്രാമയനുസരിച്ച് ഇവരെല്ലാവരും ഭക്തിമാർഗത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ദേഷ്യപ്പെടേണ്ട കാര്യം തന്നെയില്ല. നാടകം ഇങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്നേഹത്തോടെ അറിവ് നൽകണം. പാവങ്ങൾ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ പെട്ടിരിക്കുകയാണ്. മനസ്സിലാക്കുന്നില്ലെങ്കിൽ ദയയും വരുന്നു. സദാ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കണം. ഈ പാവങ്ങൾക്ക് സ്വർഗത്തിന്റെ പടിക്കലേക്ക് വരാൻ സാധിക്കില്ല. ഇവരെല്ലാവരും ശാന്തിധാമത്തിലേക്ക് പോകുന്നവരാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും ശാന്തി തന്നെയാണ്. അതുകൊണ്ട് ബാബ മാത്രമാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്നത്. ഈ കളി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നാടകത്തിൽ ഓരോരുത്തർക്കും വേഷം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ വളരെ ഉറച്ചതും സ്ഥിരവുമായ ബുദ്ധി ആവശ്യമാണ് എന്നെല്ലാം ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഏതുവരെ അചഞ്ചലവും ഉറച്ചതും ഏകരസവുമായ അവസ്ഥയില്ലയോ അതുവരെ പുരുഷാർത്ഥം എങ്ങനെ ചെയ്യും? എന്തും സംഭവിക്കട്ടെ, ഇനി കൊടുങ്കാറ്റ് വരട്ടെ, എന്നാലും സ്ഥിരതയുള്ളവരായിരിക്കണം. മായയുടെ കൊടുങ്കാറ്റുകൾ ധാരാളം വരും. അവസാനം വരേക്കും വരും. അവസ്ഥ ഉറച്ചതായിരിക്കണം. ഇതാണ് ഗുപ്തമായ പരിശ്രമം. പല കുട്ടികളും പുരുഷാർത്ഥം ചെയ്ത് കൊടുങ്കാറ്റിനെ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആരെ എത്രത്തോളം മറികടക്കുന്നോ അത്രത്തോളം ഉയർന്ന പദവി നേടും. രാജധാനിയിൽ ധാരാളം പദവികളില്ലേ? ത്രിമൂർത്തി, ചക്രം, വൃക്ഷം എന്നിവ ഏറ്റവും നല്ല ചിത്രങ്ങളാണ്. ഇത് തുടക്കത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. വിദേശത്തെ സേവനത്തിനു വേണ്ടിയും ഈ 2 ചിത്രങ്ങൾ കൊണ്ടുപോകണം. ബാബ ഈ ചിത്രങ്ങൾ തുണികളിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതും ഉണ്ടാക്കപ്പെടും. സ്ഥാപന എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ തന്റെ ധർമ്മത്തിൽ ഉയർന്ന പദവി നേടും. ക്രിസ്ത്യൻ ധർമ്മത്തിൽ നിങ്ങൾ ഉയർന്ന പദവി നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ മനസ്സിലാക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പവിത്രമായി സ്വയത്തെ അലങ്കരിക്കണം. ഒരിക്കലും മായയുടെ പൊടിയിൽ ഉരുണ്ട് അലങ്കാരങ്ങൾ നശിപ്പിക്കരുത്. 2. ഈ ഡ്രാമയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി തന്റെ അവസ്ഥ അചഞ്ചലവും ഉറച്ചതും സ്ഥിരതയുള്ളതുമാക്കി വെക്കണം. ഒരിക്കലും ആശയക്കുഴപ്പത്തിൽ വരരുത്. സദാ ഹർഷിതമായി കഴിയണം. വരദാനം: ചിന്തിച്ചു മനസ്സിലാക്കി ഓരോ കർമ്മവും ചെയ്യുന്ന പശ്ചാത്തപത്തിൽ നിന്നും മുക്തമായ ജ്ഞാനീതു ആത്മാവായി ഭവിക്കട്ടെ. ആദ്യം ചിന്തിക്കൂ, എന്നിട്ട് കർമ്മം ചെയ്യൂ എന്ന് പറയാറുണ്ട്. ആര് കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കാതിരിക്കുകയും കർമ്മങ്ങൾക്ക് ശേഷം മാത്രം ചെയ്തു പോയതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുവോ അവർ പശ്ചാത്തപിക്കാൻ ഇടവരുന്നു. അവസാനം ചിന്തിക്കുന്നത് പശ്ചാത്താപമുണ്ടാക്കുന്നു. ആദ്യം ചിന്തിക്കുന്നത് ജ്ഞാനം ധാരണ ചെയ്ത ആത്മാക്കളുടെ ഗുണമാണ്. ദ്വാപര കലിയുഗങ്ങളിൽ അനേക പ്രകാരത്തിലുള്ള പശ്ചാത്താപങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഈ സംഗമയുഗത്തിൽ വളരെയധികം ചിന്തിച്ചും ആലോചിച്ചും മാത്രം സങ്കല്പങ്ങൾ രചിക്കുകയും
കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഒരു സെക്കൻഡ് പോലും മനസ്സിൽ പശ്ചാത്താപമില്ലാതിരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ആത്മാക്കളെയാണ് ജ്ഞാനം ധാരണ ചെയ്ത ആത്മാക്കൾ എന്ന് പറയുന്നത്. സ്ലോഗൻ: ദയാഹൃദയരായി സർവശക്തികളെയും ഗുണങ്ങളെയും ദാനമായി നൽകുന്നവർ തന്നെയാണ് മാസ്റ്റർ ദാതാക്കൾ. ഓം ശാന്തി.